യെസ്, അങ്ങനെ സൂക്ഷ്മദർശിനി കണ്ടു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ MC ജിതിൻ ആൻഡ് സ്റ്റാറിംഗ് അവർ വൺ ആൻഡ് ഓൺലി ബേസിൽ ജോസഫ് ആൻഡ് നസ്രിയ നസീം. ഒരു കിഡിലൻ കോമഡി ത്രില്ലർ പടം. അതായത് വളരെയധികം ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള നല്ല കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള അതിനനുസരിച്ച് നല്ല പ്രോപ്പർലി റിട്ടേൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ത്രില്ലർ പടം. പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ മാനുവൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ താമസിക്കാൻ വരികയാണ്. ആൻഡ് അവിടെ മുതൽ അൺട്രാവൽ ചെയ്ത് വരുന്ന ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇവന്റ്സും സിറ്റുവേഷൻസ് ഒക്കെയാണ് പടം ഉടനീളം കാണിച്ചു പോകുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സത്യനന്ദിക്കാട് പടത്തിലത്തെ പോലത്തെ ഒരു പ്രമിസിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ത്രില്ലർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഡെലിവറി ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ത്രില്ലർ പടമാണ് സൂക്ഷ്മദർശിനി. സോ ഫോർ എ പ്രോപ്പർ വ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്സ് പോസിറ്റീവ്സ് ഫസ്റ്റ്. ഒന്നാമത്തെ പോസിറ്റീവ് ഓഫ് കോഴ്സ് ഇതിലത്തെ പെർഫോമൻസുകളാണ്. ബേസിൽ ജോസഫിനെ പോലത്തെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ട് സ്റ്റാറിനെ കിട്ടിയ ദ ഔട്ട്പുട്ട്സ് ഗോണ ബി വെൽ കുക്ക്ഡ്. അവിടെ എല്ലാ പടത്തിലുള്ള പോലത്തെ ഒരു നാച്ചുറൽ കരിസ്മാറ്റിക് പെർഫോമൻസിനോടൊപ്പം തന്നെ ഒരു അമേരിക്കൻ സൈക്കോ അല്ലെങ്കിൽ പാട്രിക് ബേറ്റ്മൻ ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഇയാളിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇയാളുടെ ഓരോ ഇമോഷണൽ സ്റ്റേറ്റ്സും തമ്മിൽ ആ സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിഷൻസ് ആയിക്കോട്ടെ, ഇയാളുടെ ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം ഇറ്റ്സ് റിയലി ഫൺ ആൻഡ് ഇൻട്രീഗിങ് ടു വാച്ച് ഓൺ ദ സ്ക്രീൻ. ഒരു പടത്തിന് നമ്മൾ പോകുമ്പോൾ അതിലത്തെ മേക്കർ ആയിട്ടോ അല്ലെങ്കിൽ അതിലത്തെ ഒരു ആക്ടർ ആയിട്ടോ അയാൾ തകർത്തിരിക്കും എന്ന് ഒന്നുകൂടിയും ഈ ഒരു പടത്തിലൂടെ ബേസിൽ ജോസഫ് പ്രൂവ് ചെയ്തിരിക്കുന്നുണ്ട്. അസൈഡ് ഫ്രം ബേസിൽ ജോസഫ്, ഈ ഒരു പടത്തിലെ ഏറ്റവും ലീഡ് റോൾ ആയിട്ടുള്ള പ്രിയദർശിനി എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നസ്രിയാണ്. ആൻഡ് ഷി ഹാസ് ഡൺ റിയലി ഫാന്റാസ്റ്റിക് ജോബ്. അതായത് അവർക്ക് കൊടുത്തേക്കുന്ന ക്യാരക്ടർ, അതെന്താണോ അവരുടെ ട്രേറ്റ്സ്, എന്താണോ അവരുടെ ആ ഒരു നേച്ചർ, അതൊക്കെ അവർ നല്ല സ്ക്രീനിലേക്ക് നല്ല പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു ക്യൂട്ട്നെസ് ആണ് ചില സമയത്ത് ഇവരുടെ തന്നെ എനിമിയായിട്ട് മാറുന്നത്. അതായത് ചില ഇൻസ്റ്റൻസസിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടും വളരെ പ്ലെയിൻ ആയി പോകുന്നുണ്ട് ഇവരുടെ എക്സ്പ്രഷൻസ് ആയാലും ഇവരുടെ ആ ഒരു ഡെലിവറി ആയാലും. പക്ഷെ ഓവറോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം പ്രോപ്പർ ആയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൽ വന്നു പോകുന്ന സിദ്ധാർത്ഥ ഭരതൻ അടക്കമുള്ള എല്ലാ സൈഡ് ക്യാരക്ടേഴ്സും ഈ ഒരു പടത്തിന്റെ ആ ഒരു മിസ്റ്ററി നേച്ചർ, അതായത് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു സസ്പെൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വളരെ യൂണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് അവരും ഈ ബേസിൽ ജോസഫ് തമ്മിലുള്ള ആ ഒരു കോംബോ, അവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ ഇറ്റ്സ് റിയലി ഫൺ ടു വാച്ച്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നു പോയിട്ടുള്ള എല്ലാ സൈഡ് ക്യാരക്ടേഴ്സിന്റെയും പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ എല്ലാവരും പണി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവാണ് ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ്. അതായത് വെൽ പേസ്ഡ് ആയിട്ട് ഒരു തരത്തിലുള്ള ഒരു മിസ്സിംഗ് പോലും വരാണ്ട് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെൽ റിഫൈൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഈ ഒരു പടത്തിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സത്യനന്ദിക്കാട് പടം അല്ലെങ്കിൽ ഒരു സീരിയൽ പോലത്തെ ഒരു കഥ, ഒരു പശ്ചാത്തലമാണ് ഈ ഒരു പടത്തിനുള്ളത്. സോ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ത്രില്ലർ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. ഓരോ സീനുകളിലും സെറ്റപ്പ് ചെയ്ത് പോകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഓരോ ഇൻസ്റ്റൻസസിലും പേ ഓഫ് ആവുന്ന രീതികളും, അതുപോലെ തന്നെ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റും അവരുടെ ആ ഒരു ഗ്രോത്തും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിൽ. ഇപ്പൊ റീസെന്റ് എടുത്തുള്ള കിഷ്കിന്താകാണ്ട വരെ നോക്കിയാൽ തന്നെ അറിയാം, വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ഡാർക്ക് ആയിട്ടുള്ള മൂഡി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനുള്ളിൽ കൊണ്ട് നിന്ന് തന്നെ നല്ല ഫൺ ആയിട്ടുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റ് ഡെലിവർ ചെയ്യാം എന്നാണ് ഈ സ്ക്രിപ്റ്റിലൂടെ തെളിയിക്കുന്നത്. ആൻഡ് ഈ ഒരു പടത്തിന്റെ ആ ഒരു ഡാർക്ക് ഹ്യൂമറും ആ ഒരു സീരിയസ്നെസ്സും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള എലമെന്റ്. എനിക്കൊന്ന് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലത്തെ ഒരു പടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ സംഭവം ഒരു മലയാളം പടത്തിൽ ഇത്രയും വെല്ലായിട്ട് വർക്ക് ആവുന്നത്. ഇത്രയധികം ബേൺ ഔട്ട് ആയിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ്, ആ ഒരു ത്രില്ലർ ടെംപ്ലേറ്റിന് കുറച്ചെങ്കിലും പുതുമ നൽകാനായിട്ട് ഈ ഒരു പടത്തിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു പടത്തിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ എഡിറ്റിംഗ്. സിനിമാറ്റോഗ്രഫിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ ഫ്രെയിംസും അത്രയധികം നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. അത് കണ്ടിരിക്കുമ്പോൾ ആ ഒരു സീനിന്റെ ആ ഒരു നേച്ചർ, അതായത് നമുക്ക് ഇമോഷൻ തോന്നെങ്കിൽ ഇമോഷൻ തോന്നും, അല്ലെങ്കിൽ കോമഡി തോന്നുന്നെങ്കിൽ കോമഡി തോന്നും, അല്ലെങ്കിൽ അത്രയധികം ഒരു ഡാർക്ക് വൈബ് ആണെങ്കിൽ അത്രയധികം ഡാർക്ക് വൈബ് അടിക്കണം. അതായത് ആ പടത്തിന്റെ ആ ഒരു എല്ലാം അപ്സ് ആൻഡ് ഡൗൺസും എടുത്തു കാണിക്കുന്നതാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇതിന്റെ DOP എന്ന് പറയുന്നത് ശരൺ വേലായുധനാണ്. ആൻഡ് ഹി ഹാസ് ഡൺ എ സോളിഡ് ജോബ് ഇൻ ബ്രിങ്ങിങ് ദീസ് ഫ്രെയിംസ് ടു ലൈഫ്. അടുത്തതാണ് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്. ബ്രഹ്മയുഗം, ടർബോ, അങ്ങനെ ഒരുപാട് പടങ്ങൾ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പടത്തിനും ആ ഒരു നേച്ചർ അനുസരിച്ച് ഒരു ഹാരി പോട്ടർ അല്ലെങ്കിൽ ഒരു ഫാന്റസി ലെവലിൽ സ്ട്രിങ്സും ഓർക്കസ്ട്രയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് എൻറ്റയർ ടെൻഷൻ, ആ ഒരു സീനിന്റെ എൻറ്റയർ ആയിട്ടുള്ള ആ ഒരു ബിൽഡപ്പിനെ വളരെയധികം എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു വാച്ചിലത്തെ ആ ഒരു സെക്കൻഡ് ആയിട്ട് നീങ്ങുന്ന ആ ഒരു ശബ്ദം വരെ, ആ ഒരു ഓരോ ടിക് 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 വരെ നല്ല രീതിയിൽ പ്രോപ്പർലി സിങ്ക് ആക്കിയിട്ടാണ് അയാളുടെ എല്ലാ മ്യൂസിക്കും ബ്ലെൻഡ് ആയി പോകുന്നത്. അയാളുടെ മ്യൂസിക് വളരെയധികം സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ത്രില്ലർ പടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു നേച്ചർ, ഒരു വെറൈറ്റി നേച്ചർ ആണല്ലോ. അതായത് കോമഡി ത്രില്ലർ എന്നുള്ള രണ്ടും സാധനങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്ത് പോകാൻ നല്ല ടഫാണ്. സോ ആ ഒരു നേച്ചറിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ സീൻസിനെയും പ്രോപ്പർ ആയിട്ടുള്ള എലിവേഷനും ഡിപ്രഷനും ഒക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെ ആ ഒരു പടത്തിനെ എൻറ്റയർലി എൻറിച്ച് ചെയ്യാന്നാണ് ക്രിസ്റ്റോ സേവിയർ ഈ ഒരു പടത്തിലൂടെ കാണിച്ചിരുന്നത്. ഫൈനലി ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, അതായത് വെറുതെ 2.5-3 മണിക്കൂറൊന്നും നീട്ടി വലിച്ച് കൊണ്ടുപോകാണ്ട് ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ പറയാനുള്ള കണ്ടന്റ് എല്ലാം നല്ല പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പടത്തിന്റെ ആ ഒരു റിതം ഒരിക്കലും നഷ്ടപ്പെടുത്താണ്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗിലൂടെ.
അതായത് ഒരുപാട് ടെൻഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല പ്രോപ്പർലി കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു എഡിറ്റിംഗിലൂടെ. സോ ഇതിന്റെ പെർഫോമൻസുകളും ഇതിന്റെ ആ ഒരു നീറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് വർക്കും ഇതിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡാണ് ഈ ഒരു പടം ഇത്രയധികം മികച്ചതും അത്രയും ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ജോണറിൽ നിന്ന് ഒരു പുതുമയാണെന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഡെലിവർ ചെയ്യാനും ഉള്ള കാരണങ്ങൾ. എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു പേ ഓഫ് ഉണ്ട്. അതായത് എന്താണ് സംഭവം എന്ന് റിവീൽ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ വളരെയധികം സിമ്പിളായി പോയോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നേരം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സംഭവത്തിനെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവമായിട്ട് ഒതുക്കി കളഞ്ഞല്ലോ എന്നിട്ടുള്ള ആ ഒരു തോന്നല് എനിക്കൊരു പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പടത്തിന്റെ ആ ഒരു നേച്ചർ, ആ ഒരു സംഭവം എന്താണ് അടുത്തത് ഗെസ് ചെയ്തുകൊണ്ടേ ഇരിപ്പിക്കുന്ന ആ ഒരു സംഭവമാണല്ലോ ഒരു നല്ല ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഫിലിം ഈസ് എ റിയലി ഗുഡ്, എ പെർഫെക്റ്റ് ത്രില്ലർ ഫിലിം. ആൻഡ് ഫോർ ദ റെക്കോർഡ് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ദൃശ്യത്തിനേക്കാളും കിഷ്കിന്ധാകാന്ഡത്തിനേക്കാളൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പടമാണെന്നൊക്കെ. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. അതായത് ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ട് ത്രില്ലർ ഫിലിമാണ്, പക്ഷേ നത്തിങ് എക്സെപ്ഷണൽ. കിഷ്കിന്ധാകാന്ഡത്തിനൊക്കെ പറയുമ്പോൾ വളരെയധികം അത്രയധികം ഇമോഷണലി ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ അത്രയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പടമായിരുന്നു കിഷ്കിന്ധാകാന്ഡം എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ്നിങ്ങിനെ ബോട്ടിൽ പോലെ ചെയ്യുന്നു, അതേപോലത്തെ ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. സൂക്ഷ്മദർശിനി ഈസ് എ റിയലി ഗുഡ് ത്രില്ലർ ഫിലിം. ആ ഒരു ലെവലിൽ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ബി റിയലി സാറ്റിസ്ഫൈഡ്. ആൻഡ് എന്നെ പേഴ്സണലി വളരെയധികം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു പടം തന്നെയായിരുന്നു സൂക്ഷ്മദർശിനി. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വിൽ ക്യാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.